മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മാടൻവിള ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ വിശദീകരിക്കുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ ചാനലിലേക്ക് വന്നത് വളരെ സന്തോഷം. ഞാൻ ആ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്തുള്ള ഈ ക്ഷേത്രം, പരിശുദ്ധമായ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങൾ വളരെ ഗംഭീരമായി നടക്കുകയും മത സൗഹാർദ്ദത്തെ ഉയർത്തിപ്പിടിച്ചുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തെക്കുറിച്ച്, ഇനി വരുന്ന ഉത്സവത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചിറങ്ങൂർ താലൂക്ക് അഴൂർ പഞ്ചായത്തിലെ 1-ാം വാർഡായ മാടൻവിള എന്ന പ്രദേശത്താണ്. ഇവിടെ വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു 10-13 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഉത്സവം നടക്കുകയും ഉത്സവത്തോടനുബന്ധിച്ച് നല്ല കലാപരിപാടികളും മറ്റ് ക്ഷേത്ര സംബന്ധമായ പൂജാകർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നത്. ഈ പ്രദേശത്ത് ഹിന്ദുക്കളായിട്ട് അധികം പേരില്ല, 10-12 വീടുകളേ ഉള്ളൂ. എന്നിരുന്നാലും ഈ മുമ്പ് കാലങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്ന ഇപ്പോൾ നിലവിൽ പുറത്തു പോയി താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ നേരിട്ട് പോയി സമീപിക്കുകയും ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ സഹായവും ഇതിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രം ഇപ്പോൾ ഈ കാണുന്ന സ്ഥിതിയിലെത്താൻ അവരുടെ എല്ലാം നല്ല സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാടൻവിള എന്ന പ്രദേശത്ത് കൂടുതലായി മുസ്ലിം സമുദായത്തിലുള്ള സഹോദരങ്ങളാണ് താമസിക്കുന്നത്. അവരുടെ സഹായവും സഹകരണവും ആത്മാർത്ഥമായി ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടന്നുകൊണ്ടുപോകാൻ അവരുടെ സഹായം വളരെ ഹെൽപ്പായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തില് ഇപ്പോൾ 14-ാമത്തെ വർഷമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത് ജനുവരി 26, 27, 28 എന്നീ 3 ദിവസങ്ങളിലാണ്. ഈ 3 ദിവസവും സമൂഹ സദ്യ ഉണ്ട്, പിന്നെ ഘോഷയാത്ര, അതിനോടനുബന്ധിച്ച് കലാരൂപങ്ങളും കാര്യങ്ങളും, ആന എഴുന്നള്ളത്ത്, ഇതെല്ലാം ഉണ്ട്. ബാക്കി 3 ദിവസവും അമ്പലത്തിനകത്ത് അതിന്റെ പൂജാതി കർമ്മങ്ങളും നടക്കും. ഈ വർഷത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വെച്ചായിരുന്നു. ഇപ്രാവശ്യം അത് ചില സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് ഒഴിവാക്കി ക്ഷേത്രത്തിനകത്തുള്ള പൂജാകർമ്മങ്ങളിലോട്ട് ഒതുക്കി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ഈ ക്ഷേത്രത്തിന്റെ സമൂഹ സദ്യ. ഈ സദ്യയിൽ പങ്കെടുക്കാൻ നാനാ മതസ്ഥരും ഇവിടെ എത്തുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും, അല്ലെ? അത് ഈ അത് ഞങ്ങൾ ഈ മറ്റുള്ള അടുത്ത പ്രദേശങ്ങളായ ഒരു കടുങ്ങംകുളം, പെരുങ്കുഴി, ഈ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ പിരിവിന് പോയി അവരെ സമീപിക്കാറുണ്ട്. അവിടെയൊക്കെ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ എല്ലാം 7 ദിവസം 10 ദിവസം ഉത്സവം നടത്താറുണ്ട്. ആ ഉത്സവത്തിൽ സദ്യ ഉണ്ടാകാറുണ്ട്. അവിടെ പോയി സദ്യ കഴിക്കുന്നതിനെക്കാട്ടി മനസ്സിൽ സംതൃപ്തിയും ഒരു ഉന്മേഷമൊക്കെ ഇവിടെ വന്ന് കഴിക്കുമ്പോഴാണ് ആൾക്കാർക്ക് കിട്ടുക എന്നുള്ളൊരു അഭിപ്രായം അവരിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കരുമംകുളത്തായാലും ശരി, അഴൂരായിരുന്നാലും ശരി, മറ്റുള്ള പ്രദേശത്ത് എല്ലായിടത്തു നിന്നും നമുക്ക് നല്ലൊരു അഭിപ്രായമാണ് കിട്ടുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഈ സമൂഹ സദ്യക്ക് എത്രമാത്രം വിപുലപ്പെടുത്തി അതിന് ആൾക്കാർക്ക്, ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മളുടെ ഇവിടെ അംഗബലം വളരെ കുറവാണ്. ആ ബലത്തിൽ നിന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയും അവർ വരുമ്പോൾ ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അവരിൽ നിന്നുള്ള ഓരോ വർഷം കഴിയുമ്പോഴും അവരിൽ നിന്നുള്ള പിന്തുണയും നമുക്ക് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്തായാലും വളരെ സന്തോഷം നിങ്ങളുമായി പങ്കുവച്ചതിൽ നന്ദി.